بسم الله الرحمن الرحيم. من سعادة المرء أن يكون رزقه في بلده. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഉപജീവനം അത് അവൻ്റെ നാട്ടിൽ തന്നെ ആകുക എന്നുള്ളത് അവൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ഉപജീവന മാർഗമായ തൊഴിലോ കച്ചവടമോ എന്തോ ആകട്ടെ, സ്വന്തം നാട്ടിൽ തന്നെ അത് കിട്ടുക എന്നുള്ളത് ഒരാൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ്. വിദേശത്ത് പോയി കച്ചവടം ചെയ്യുന്നതിനേക്കാൾ, വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ നാട്ടിലുണ്ടാകുന്ന ജോലിയും കച്ചവടമൊക്കെ തന്നെയാണ് മനുഷ്യന്റെ സൗഭാഗ്യം എന്നാണ് പറയുന്നത്. അതിന് കാരണം, നാട്ടിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ, നാട്ടിൽ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ ഒരുപാട് ദീനിയായ ദുന്യവിയായ നന്മകൾ അതിനകത്തുണ്ടാകാനുണ്ട്. അത് വിദേശത്ത് പോയാൽ കിട്ടില്ല. ഉദാഹരണത്തിന് കുടുംബജീവിതം, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയുക എന്നുള്ളത് നാട്ടിലായിരിക്കുമ്പോഴാണ് സാധിക്കുക. സാധാരണ രീതിയിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവന് ധാർമ്മികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയും. ഭാര്യയിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടാകും. അതേപോലെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും നാട്ടിൽ തന്നെയാണെങ്കിൽ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാത്തത്. അതോ സാമൂഹ്യ ജീവിതം, നാട്ടിൽ കച്ചവടമോ കൃഷിയോ ഉദ്യോഗമോ ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും, അയൽവാസികളോടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ദുന്യവിയും ദീനിയുമായ നന്മകൾ. അതിലുപരി ചെലവ് കുറയും, വണ്ടിക്കൂലി ആവശ്യം വരുന്നില്ല. അതോടൊപ്പം തന്നെ അപകട സാധ്യതകൾ കുറയും, യാത്രകൾ കുറയും. ഇങ്ങനെ ധാരാളം നന്മകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് ഉപജീവന മാർഗം നാട്ടിലാണെങ്കിൽ അത് അവന്റെ വിജയമാണ്, സൗഭാഗ്യമാണെന്ന് പറയാനുള്ള കാരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യകൂന റിസ്ഖി ഫീ ബലദി അഹബ്ബു ഇലയ്യ മിൻ യകൂന ഫീ ബലദിൻ ആഖർ. ഉമർ റളിയല്ലാഹു അൻഹു വാക്കാണത്. എൻ്റെ റിസ്ക് എൻ്റെ നാട്ടിലാണെങ്കിൽ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, മറ്റൊരു നാട്ടിൽ പോയി റിസ്ക് തേടുന്നതിനേക്കാൾ എന്ന് പറയുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഗുർബത്തു അഹദുൽ ഫഖറൈൻ. പ്രവാസ ജീവിതം എന്നുള്ളത് രണ്ട് ദാരിദ്ര്യങ്ങളിൽ ഒന്നാണ്. മനുഷ്യന് രണ്ട് തരം ദാരിദ്ര്യമുണ്ടാവും. ഒന്ന് സമ്പത്തില്ലാതുണ്ടാവുന്ന ദാരിദ്ര്യമാണ്, മറ്റൊന്ന് മാതാപിതാക്കളും ഭാര്യയും മക്കളും കുടുംബവും ഇല്ലാതുണ്ടാകുമ്പോൾ ദാരിദ്ര്യമാണ്. പ്രവാസ ജീവിതത്തിൽ സമ്പത്തുണ്ടായെന്നിരിക്കാം, പക്ഷെ അവിടെ കുടുംബം ഇല്ലാതെ പോകുന്നു, സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്നു, മാതാപിതാക്കൾ കൂടെ ഇല്ലാതെ പോകുന്നു എന്നുള്ള രണ്ടാമത്തെ ദാരിദ്ര്യം അവർക്കുണ്ടായിത്തീരും. അതുകൊണ്ട് ഇസ്ലാം പ്രവാസ ജീവിതത്തെ നിഷിദ്ധമാക്കിയിട്ടില്ല. എന്നിരുന്നാൽ പോലും വെറുതെ പണത്തിന് വേണ്ടി മാത്രം കുടുംബം വിട്ട് ദീനും വിട്ടു പോയി ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അത് അത്ര നല്ല കാര്യമായിട്ട് കാണുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, മറ്റൊരു നാട്ടിൽ പോയി ജീവിച്ചിട്ട് ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നാടാണ് നല്ലതെങ്കിൽ ആ നാട്ടിലെ ജീവിതവും അവിടെയുള്ള ഉപജീവനവുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നത്. ചുരുക്കത്തിൽ നാട്ടിൽ ജോലി ഉണ്ടാകുക, നാട്ടിൽ കച്ചവടം ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു സൗഭാഗ്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.